എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും 2024 പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. 44ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2024 PSC പരീക്ഷ നടത്തിയ 44ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളവുമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പുതിയതായിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞതാണ്. എല്ലാ ക്ലാസ്സുകളും പ്രയോജനപ്പെടുത്തിയിട്ട് നല്ല മാർക്കുകളാക്കിയിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ഒരു മാർക്ക് പോലും നെഗറ്റീവ് അടിക്കാതെ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് എന്ത് ചെയ്യണം? മുൻകാല ചോദ്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് ഇംഗ്ലീഷിനെ പേടിക്കാതെ തന്നെ എന്താണ് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാം. മലയാളവും അതേപോലെ ഒപ്പം വരുന്നുണ്ട്, കൂടെ പഠിക്കുക കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാകും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ആണ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട എന്താണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഒരു കമന്റ് തന്നെയാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 122/2024 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട്. അതായത് നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള ക്ലർക്കിന്റെ എക്സാം ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ്. ഹി കെയിം ഏർലി. അവൻ വന്നു അല്ലേ, നേരത്തെ തന്നെ വന്നു. ഹേം കഴിഞ്ഞു, വന്ന കാര്യമാണ്. അപ്പൊ ഏത് ഫോമാണ്? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ടാഗ് വരുന്നതൊക്കെ കൊണ്ട് ഒഴിവാക്കി വിട്ടു. ഇനി താഴെ നെഗറ്റീവ് നോക്കുക. ഇവിടെ കെയിം വന്നു, പാസ്റ്റിലെ സെന്റൻസ് ആണ്. കെയിം പറഞ്ഞാൽ വന്നു അല്ലെ, വന്നു കഴിഞ്ഞു, നേരത്തെ വന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഏത് ഫോമിലായിരിക്കണം? ഡിഡ് ഫോമിലായിരിക്കണം. പിന്നെ ടാഗ് നെഗറ്റീവും ആയിരിക്കണം അല്ലെ, ടാഗ് നെഗറ്റീവും ആയിരിക്കണം. അപ്പൊ ഡിഡിന്റെ ഹി. നെക്സ്റ്റ്, ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ. ഇഫ് ക്ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്ട്. ഏത് വരും? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 44ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറഞ്ഞു. 43 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ഇഫ് ക്ലോസിന്റെ ഈ ചോദ്യ രീതി വർക്ക്ഔട്ട് ചെയ്തതാണ്. അതുകൊണ്ട് വേഗം ചെയ്യൂ. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട്. ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട്. ഇവിടെ എന്താണ്? ഇഫ് ഐ പ്രിപ്പയർഡ് അല്ലെ, ഇഫ് ഐ പ്രിപ്പയർഡ് ആണ്, കഴിഞ്ഞു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വരണം? വുഡ് വരണം, വുഡ് വരണം. പിന്നെ എന്താണ്? ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ് എന്നാണെങ്കിൽ എന്തായിരിക്കണം? ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ് എന്ന് ആ ക്വസ്റ്റ്യനിൽ ആണെങ്കിൽ എന്തായിരുന്നു? ഐ വുഡ് ഹാവ് കംപ്ലീറ്റഡ്. മനസ്സിലായി? അപ്പോൾ ഹാഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം? വുഡ് ഹാവ് എന്ന് വരണം. പക്ഷെ ഇവിടെ ഹാവ് വന്നിട്ടില്ല, അതുകൊണ്ട് വുഡ് പ്ലസ് V1 ഫോം ആണ്. വുഡ് പ്ലസ് കംപ്ലീറ്റ് കേട്ടോ. വുഡ് പ്ലസ് V2 ഫോം അല്ല, V2 V3 ഫോം ഒന്നും അല്ല വരിക കേട്ടോ. V1 ഫോം ആണ്. വുഡ് പ്ലസ് V1 ഫോം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ ഇന്നലത്തെ കാര്യമാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്താണ്? യെസ്റ്റർഡേ വരുമ്പോ ഏതായിരിക്കും? വാസ് അല്ലെ. യെസ്റ്റർഡേ വരുമ്പോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഒന്നിലധികം പേരുണ്ടെങ്കിലും വൺ ഓഫ് എന്ന് വന്നത് കൊണ്ട് ഏതായിരിക്കണം? നമ്മൾ സിംഗുലർ ഫോമിലുള്ള ഓക്സിലറി വെർബ് ആയിരിക്കണം എഴുതേണ്ടത്. അപ്പൊ അതും സിംഗുലർ ഫോം തന്നെ എഴുതണം. പിന്നെ യെസ്റ്റർഡേ വന്നതുകൊണ്ട് വാസ് കേട്ടോ, ഈസ് വരില്ല. യെസ്റ്റർഡേ വന്നതുകൊണ്ട് വാസ്. അടുത്തത്, ഐ ആം ഷുവർ ദാറ്റ് somebody was spying dash us. I am sure that somebody was spying dash us. സ്പൈയിങ്ങിന്റെ മീന് ചാരവൃത്തി ചെയ്യുക. നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളിത് പറഞ്ഞിട്ട് എന്താണ് അങ്ങനെ ഒരു ചാരവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെയുള്ള രഹസ്യം മറ്റുള്ളവരുടെ പോയിട്ട് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ചാരവൃത്തിയാണ് അല്ലെ. അപ്പൊ ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ്. സ്പൈയിങ് ഏതാണ്? പ്രൊപ്പോസിഷൻ വരിക ബി ആണ് കേട്ടോ. സ്പൈയിങ് ഓൺ ആണ്. സ്പൈയിങ് ഓൺ പഠിച്ചു വെച്ചോളനെ. സ്പൈയിങ്, സ്പൈയിങ് കഴിഞ്ഞ ഏതാണ്? ഓൺ. സ്പൈയിങ് ഓൺ അസ്. അടുത്തത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ചേഞ്ച് ദ സ്പീച്ച്. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. വി അറൈവ്ഡ് ലേറ്റ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ദേ സെഡ് ദാറ്റ്. അത് എല്ലാത്തിലും ഉണ്ട് അല്ലെ. ദേ സെഡ് ദാറ്റ് എല്ലാത്തിലും ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് ആരാണ് പറഞ്ഞത്? അവനല്ലേ പറഞ്ഞത് ദേ അല്ലേ? ദേ എന്ത് ചെയ്യണം? അറൈവ്ഡ് അല്ലേ? അറൈവ്ഡ് ഏത് ഫോമാണ്? പാസ്റ്റ് ഫോം ആണ് അല്ലേ? V3 ഫോം ആണ്. V2 V3 ഫോം ഒക്കെയാണ് ഏത് വരുന്നത്? അറൈവ്ഡ് വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചേർക്കണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്? ഹാഡ് പ്ലസ് V3 ഫോം ആയിരിക്കണം ചെയ്യേണ്ടത്. എന്താണ്? ഹാഡ് പ്ലസ് V3 ഫോം കേട്ടോ. ഹാഡ് പ്ലസ് V3 ഫോം. ബി എന്താണ്? നമ്മൾ ബീൻ എന്താക്കി മാറ്റി? അവനല്ലേ പറഞ്ഞത്. അപ്പൊ ബി പോയിട്ട് എന്താകണം? ദേ ആകണം. ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. മനസ്സിലായോ? ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. Which is a synonym for the word resemblance? Resemblanceന്റെ മീനിങ് എന്താണ്? സിനോണിയം എന്താണ്? Resemblanceന്റെ അർത്ഥം സാദൃശ്യം, ഒരേപോലെ തോന്നുക എന്ന് പറയില്ലേ? അപ്പൊ അതിനെ ഏത് പറയും? ഒരേപോലെ തോന്നുക. അവർ തമ്മിൽ നല്ല സാദൃശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ റിസംബ്ലൻസ്, സാദൃശ്യം എന്നതിന് അർത്ഥം ഏതാണ് ഇതില്? സിമിലാരിറ്റി അല്ലേ? സിമിലാരിറ്റി, സാദൃശ്യം, സിമിലാരിറ്റി. റിസംബ്ലൻസിന്റെ സിനോണിയം സിമിലാരിറ്റി. റിസംബ്ലൻസിന്റെ സിമിലാരിറ്റി. Next, identify the meaning of the idiom a piece of cake. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തതാണ്. a piece of cake എന്താണ് അതിന്റെ idiom? piece of cake. ഡിലേ, വെരി ഈസി ടാസ്ക് അല്ലേ? വെരി ഈസി ടാസ്ക്. ഈ വെരി ഈസി ടാസ്ക് അത് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഒരു വലിയ കേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നായിട്ട് അത് കഴിക്കാൻ പറയുന്നതും ഒരു പീസ് കേക്ക് എടുത്തിട്ട് കഴിക്കാൻ പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ് അല്ലേ? വലിയ കേക്ക് എടുത്ത് കഴിക്കാൻ പറയുമ്പോൾ എന്താണ്? നമുക്കതൊരു ഡിഫിക്കൽട്ട് ആണ് അല്ലേ? ഒന്നായിട്ട് അത് എടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഒരു പീസ് കഴിക്കാൻ പറഞ്ഞാൽ ആ ടാസ്ക് എന്താണ്? വെരി ഈസി ആണ് അല്ലേ? അത് അവിടെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. എ ഗ്രൂപ്പ് ഓഫ് മങ്കി ഈസ് കോൾഡ്. കളക്റ്റീവ് നൗൺ ആണ്. എന്ത് വരും? കളക്റ്റീവ് നൗണില് ഗ്രൂപ്പ് ഓഫ് മങ്കി എന്താണ്? ഡിലേ, ട്രൂപ്പ് ഓഫ് മങ്കി എന്നാണ് പറയാ കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കോൾഡ് ട്രൂപ്പ് ഓഫ് മങ്കീസ്. ദ ഫിയർ ഓഫ് ദി ഡാർക്ക് ഈസ് നോൺ ആസ്. ഡാർക്ക്, ഇരുട്ടിനെ പേടിയുള്ളവൻ അല്ലേ? ദ ഫിയർ ഓഫ് ദി ഡാർക്ക് ഈസ് നോൺ ആസ്. രാത്രി ഇരുട്ടിനോട് പേടിയുള്ളവരെ എന്താണ് പറയുക? അല്ലേ? നൈറ്റോഫോബിയ. നൈറ്റ് എന്ന് നമ്മൾ പറയാല്ലേ? നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രിനെയല്ലേ പറയുന്നത്? അപ്പൊ ഈ നൈറ്റ് എന്ന് കണക്കാക്കി വെക്കുക കേട്ടോ. NICT എന്ന് കണക്ക് വെക്കുക. പിന്നെ ഫോബിയ എന്ന് പറയുന്നത് എന്താണ്? പേടി എന്നാണ് അർത്ഥം. എല്ലാത്തിലും ഫോബിയ 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 എന്നുണ്ട്. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിയാണ്. അപ്പൊ നൈറ്റോഫോബിയ. Write the one word substitute for the art related to decorative and beautiful handwriting. നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്നവര് നമ്മൾ പറയാറുണ്ട്. കൈയക്ഷരം അല്ലേ? നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക? ആ കൈയക്ഷരം നല്ലതായിരിക്കുന്നതിന് എന്താ പറയുക? എന്താണ്? കാലിഗ്രഫി അല്ലേ? എന്താണ്? കാലിഗ്രഫി. കൈയക്ഷരം ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗിന് പറയുന്ന പേരെന്താണ്? കാലിഗ്രഫി. നെക്സ്റ്റ് മലയാളം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ, തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി, തിരു പ്ലസ് അടി. നെക്സ്റ്റ്, കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുതികാൽ വെട്ടുക ഏതാണ്? ഉദ്ദേശിക്കുന്നത് എന്താണ്? കുതികാൽ വെട്ടുക. യൂണിറ്റ് 3 ബി ആണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. വഞ്ചിക്കുക, ഉയർച്ച തടയുക, ഇതൊക്കെ എന്താണ്? കുതികാൽ വെട്ടുക എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അവസാനിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശതകം ചൊല്ലിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ശതകം ചൊല്ലിക്കുക, അവസാനിപ്പിക്കുക കേട്ടോ. അപ്പൊ കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ബി, വൈദ്യര്. ഇപ്പോ 4 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തു. എന്തായാലും നമ്മുടെ 43 ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്ത ഒരു വ്യക്തിക്ക്, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വർക്ക്ഔട്ട് ചെയ്ത വ്യക്തിക്ക് ഈ 4 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും വരുന്നത് കേട്ടോ. ഏകദേശം ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ പരമാവധി ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിൽ അവിടെ 9 മാർക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതാ ഇപ്പം മലയാളം 4 ക്വസ്റ്റ്യന് നമുക്ക് എന്താണ് മുൻകാലത്ത് നമ്മൾ ചോദിച്ച് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഇപ്പൊ 4 എണ്ണമായി. ഇതിൽ 4 എണ്ണം 100% കഴിയും. അടുത്തത്, താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്?
95 D ആണ് അല്ലേ. ആദരാഞ്ജലി ഇത് തെറ്റായിട്ടുള്ള വാക്കാണ് കേട്ടോ. ഇങ്ങനെയല്ല എഴുതുക. എങ്ങനെയാണ് ആദരാഞ്ജലി എന്ന് എഴുതുക? കേട്ടോ, ജലി, ആദരാഞ്ജലി തെറ്റായ പദമാണ്. അപ്പൊ ഉത്തരവാദിത്വം കണ്ട എഴുതുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കേ. ജിജ്ഞാസ, ആസ്തിക്യം. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. പ്രാചീനം. അർവാചീനം. പ്രാചീനത്തിന്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം തീയാണ്, നിധനം കേട്ടോ. മഞ്ഞ് അല്ല. മഞ്ഞ് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? നിഹാര ബിന്ദുവായി അല്ലേ, ഒരു പാട്ടില്ലേ, നിഹാരം, തുഷാരം, തുഹീനം. ഇതൊക്കെ എന്താണ്? മഞ്ഞാണ് കേട്ടോ. നിഹാരം, തുഷാരം, തുഹിനം ഇതൊക്കെ മഞ്ഞാണ്. വിഗ്രഹാർത്ഥം പാദപങ്കജം. പാദപങ്കജം വിഗ്രഹിച്ചിരുന്നത് ഏത് വരും? പാദപങ്കജം. ഏ ആണ് കേട്ടോ. പാദമാകുന്ന പങ്കജം. പാദമാകുന്ന പങ്കജം. പാദമാകുന്ന പങ്കജം. അടുത്തത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഏതാണ്? മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. 100 ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം കടപ്പുറം അല്ലേ. കടൽ പ്ലസ് പുറം കടപ്പുറം. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് വർക്ക് ചെയ്താണ്. എന്തായാലും നമുക്ക് ഇംഗ്ലീഷില് മലയാളത്തിൽ നമുക്ക് 10 മാർക്കും വാങ്ങിക്കാം. ഇംഗ്ലീഷ് നമുക്ക് 9 മാർക്കും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ വിട്ടതാണ്. നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളുണ്ട്, എല്ലാം അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് 19 മാർക്ക്. 20 നമുക്ക് ഇംഗ്ലീഷും മലയാളത്തിലും കൂടി എത്ര മാർക്ക് വാങ്ങിക്കാം? 19. കാരണം നല്ല രീതിയിൽ എക്സാം വർക്ക്ഔട്ട് ചെയ്ത വ്യക്തിക്കാണെങ്കിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.